വെൽക്കം ടു ഗ്രാമർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ചിക്കൻ നമുക്ക് നല്ല അപ്പത്തിനും ഇടിയപ്പം, പുട്ട്, ദോശ, ചപ്പാത്തി, പൊറോട്ട അങ്ങനെ എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന നല്ല കുറുകിയ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഇതിനെ ഒരുപാട് എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചോറിനാണെങ്കിലും പൊറോട്ട അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല കുറുകിയ ചിക്കൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനുള്ള ചേരുവകളാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് 1 കിലോ. 3 സവാളയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് സവാളയും പച്ചമുളകും ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഒരു ചതച്ച വെളുത്തുള്ളി ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഓൾറെഡി ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ഇഞ്ചി കൂടി ചതച്ചത് 1 സ്പൂൺ ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില. നല്ലോണം നിറം മാറുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യമേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ, അപ്പോഴാണ് മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ടത്. മുളക് പൊടി 1.5 സ്പൂൺ ഇടുന്നുണ്ട്. ഗരം മസാല 1/2 സ്പൂൺ ഇടുന്നുണ്ട്. നമ്മൾ നല്ലവണ്ണം ഒന്ന് ചെറു തീയിലിട്ടിട്ട് മസാലയുടെ പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം മസാല മൂത്ത ശേഷം മാത്രമേ ചിക്കൻ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ ചിക്കൻ ആ മസാലയുടെ ഒരു കുത്തുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലോണം വാടിയ ശേഷം ആ മസാല മൂത്ത ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നല്ലോണം വെള്ളം ഡ്രൈ ആക്കിയിട്ട് ഉള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ആ ഒരു മസാലയിൽ കിടന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചേർക്കേണ്ട തേങ്ങാപ്പാലാണ്. അപ്പം ഞാൻ അത് 1-ാം പാലും അല്ല 2-ാം പാലും അല്ല, രണ്ടിനും ഇടയ്ക്കുള്ളൊരു പാലാണ് ഞാൻ ചേർക്കുന്നത്. 1.5 ഗ്ലാസ് പാലും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ. അപ്പോൾ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. അപ്പം ഞാനിപ്പോൾ 1-ാം പാലാകുമ്പോൾ നമുക്ക് തിളപ്പിക്കാൻ പറ്റില്ല, 2-ാം പാലാകുമ്പോൾ ഒരുപാട് ലൂസായി പോകും. അപ്പം ഞാൻ 1-ാം പാലിനും 2-ാം പാലിനും ഇടയ്ക്കുള്ള പാലാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ആദ്യം ഒന്ന് വേവിക്കുക 5 മിനിറ്റ്. പിന്നെ വീണ്ടും ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് അങ്ങനെ തന്നെ നമ്മൾ അതൊന്ന് തേങ്ങാപ്പാലിൽ അത് ഇതാവണം. എന്നാൽ മാത്രമേ നമുക്ക് അപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കത് നമ്മൾ മൂടി വെക്കണം. എന്നാൽ മാത്രമേ നമ്മളത് അപ്പത്തിന് ഒക്കെ നല്ല ചിക്കൻ ആ തേങ്ങാപ്പാലിൽ വെന്ത് വരണം. അപ്പോഴത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലോണം ഇളക്കി കൊടുക്കുക, എന്നിട്ട് മൂടി വെക്കുക. ഇനി അതിലേക്ക് 1/2 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് നല്ലോണം പൊടിച്ചിട്ട് ആണ് അത് ചേർക്കുന്നത്. കണ്ടല്ലോ, നല്ലോണം പൊടിച്ചിട്ട് ചേർക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. ഒരു ചിക്കൻ ഒരു പകുതി മുക്കാൽ വേവാകുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഏലക്കയും 1/2 സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്തത്. നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് മൂടി വെച്ചിട്ട് നല്ലവണ്ണം ഇതാവണം. അപ്പം തന്നെ അത് വറ്റി വരില്ല, കുറച്ച് വറ്റുമ്പോഴായിരിക്കും അത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്